കണ്ടോ, എന്തോ നിശബ്ദതയാ, എങ്ങ് നിശബ്ദത മാത്രം. എവിടോ ഒരു ചീവീടിന്റെ ഒച്ച കേൾക്കാം. ശരിക്കൊന്ന് കാതോർത്ത ഈ ഉറുമ്പുകൾ സംസാരിക്കുന്നത് വരെ നമുക്ക് കേൾക്കാം. നീ അരിയും കൊണ്ട് എവിടെ പോവാടാ? എന്റെ കൂട്ടിലോട്ട് പോവാടാ. എന്തോ തിന്ന്? ഞാൻ അരി അവിടെ ശേഖരിച്ച് വെച്ചിട്ട് മഴക്കാലത്ത് തിന്നും, അല്ല നിന്നെ പോലെ മുച്ചൂടെ തിന്ന് തീർക്കുമല്ല ചെയ്യുന്നത്. എന്റെ കൂട്ടിക്കൊണ്ട് വെച്ചാ പുഴു കയറുമടാ. നല്ല അരി നോക്കി വാങ്ങിക്കണോടാ അച്ചോനെ. നീ തരുവാടാ പൈസ കട്ടുറുമ്പേ? വഴി മാറടാ അച്ചോനുറുമ്പേ. കേട്ടോ എന്താ കാര്യം? ഇന്ന് സ്കൂൾ തുറന്നു. എന്റെ ദൈവമേ, ഇവിടെ ഒരു ചെറുക്കനുണ്ടായിരുന്നേ, എന്റെ കുരുന്തക്കെട്ട മോന്. 2 മാസം ഇവിടെ ഉണ്ടായിട്ട് ഈ വീട് തലതിരിച്ച് വെച്ച് ഞാൻ ഇന്ന് അവൻ സ്കൂളിൽ പോയപ്പോ എടുത്ത് നേരെ വെച്ചതാ. ഹോ, ഇപ്പൊ വരും എന്റെ ചെറുക്കന്. മണി 4 യോ, അപ്പൊ വരുവേ. മണി 4 3:30 സ്കൂളിൽ വിടുന്നതാ. എന്റെ ചെറുക്കൻ ഇതുവരെ വന്നില്ല. മിസ്സായി, എന്റെ മോൻ മിസ്സായി. എന്റെ കുഞ്ഞ് മിസ്സായേ, എന്റെ മോനെ കാണാനില്ലേ? അമ്മേ, ഇതിന്റെ ഇടയ്ക്ക് ആരാ കസേര നിറക്കിയത്? ഇങ്ങോട്ട് നോക്കുവോ? അയ്യോ വേണ്ട, എന്റെ കുഞ്ഞിന്റെ കളിമൺ പ്രതിമ ആരാണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന. കണ്ണു മൂക്ക് ഒന്നും ശരിയായില്ല കേട്ടോ. കളിമൺ പ്രതിമ? അമ്മേ, ഇത് ഞാനാ. എന്തോ കോലമാടാ ഇത്. എന്തോ കോലമാടാ. ഞാൻ ഇങ്ങനെയാണോ നിന്നെ ഒരിക്കൽ സ്കൂളിലോട്ട് വിട്ടത്? നീ സ്കൂളിലോട്ട് നടന്നു പോവായിരുന്നു അതോ ഉരുണ്ട വരുമായിരുന്നു? അമ്മ, ഞാൻ പോകുന്ന വഴി മൊത്തം മഴ പെയ്തെന്ന്. കണ്ടോണേ, ഋഷിശൃംഖല പോകുന്ന വഴി മൊത്തം മഴ പെയ്യിപ്പിക്കും. എടാ, ഈ കോലത്തെ സ്കൂളിൽ ചെന്നപ്പോ സാറുമാരൊന്നും പറഞ്ഞില്ലേ നിന്നോട്? ഏത് സ്കൂള്? അപ്പൊ നീ സ്കൂളിൽ പോയില്ലയോ? അമ്മ, ഞാൻ സ്കൂളിൽ പോയി. ക്ലാസ്സിൽ കയറിയപ്പോ ക്ലാസ് ടീച്ചറിനോട് ചോദിക്കുക, എന്തുവാ? ആരാ എന്തൊരു വേണോന്ന്. വിടറാ വിടറാ, ആ സിനിമ റിലീസ് ആയിട്ട് നീ റിലീസ് ആയിട്ടില്ല. കൂടുതൽ നിന്ന് നീ ഡയലോഗ് അടിക്കല് കേട്ടോ. ഉള്ളതുപോലെ നീ പറഞ്ഞോണം. നീ എവിടെ ആയിരുന്നു? ഞാൻ സ്കൂളിൽ പോകുന്ന വഴിയൊക്കെ തെറ്റി വേറെ ഏതോ സ്കൂളിലാ ചെന്ന് കയറിയേ. അപ്പൊ നീ നിന്റെ സ്കൂളിൽ പോയില്ല? അതിന് ശേഷം ഞാൻ തപ്പി പിടിച്ച് എന്റെ സ്കൂളിൽ പോയി. ഞാൻ നോക്കിയപ്പോ സ്കൂളിൽ കുറെ ബലൂണൊക്കെ വെച്ചിട്ട് സിൽക്ക് വെച്ചൊക്കെ ഇതുപോലത്തെ തുണിയൊക്കെ കട്ട് ചെയ്തിട്ടേക്കുവാ. ഓഹോ. എന്നിട്ടൊരു വലിയ ഫ്ലെക്സിൽ എഴുതി വെച്ചേക്കുവാ, നവരാത്രി മഹോത്സവം. അമ്മ എന്നെ പഠിപ്പിക്കാനല്ലേ വിട്ടാൽ നവരാത്രി മഹോത്സവത്തിൽ ഞാൻ കയറിയിട്ട് വന്ന അതിന്റെ നാണക്കേട് അമ്മക്കില്ലേ? എടാ, ഞാൻ നിന്നെ പഠിപ്പിക്കാനാ വിട്ടത്. കണ്ണും തുറന്ന് വായിക്കണമായിരുന്നു. അത് നവരാത്രി മഹോത്സവം എന്നാണോ? നവാഗതർക്ക് സ്വാഗതം അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. നവാഗതരാ എന്ന് വെച്ചാൽ പുതിയ ആൾക്കാർക്ക് സ്വാഗതം. അപ്പൊ അമ്മയൊക്കെ സ്കൂളിൽ വരെയാണെങ്കിൽ മുതുക്കികൾക്ക് സ്വാഗതം എഴുതി വെക്കുവായിരിക്കും. എനിക്ക് അത്ര പ്രായമൊന്നുമില്ല നീ എന്നെ മുതുക്കിന്ന് വിളിക്കാം കേട്ടോ. ഇനി നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ ചെറിയ വായി വലിയ വർത്തമാനം പറഞ്ഞു പോകരുതെന്ന്. വലിയ വർത്തമാനം പറയാനായിട്ട് സെപ്പറേറ്റ് വാടകയ്ക്ക് എടുക്കാം. വാടക പൈസ നിന്റെ അച്ഛൻ അനീഷ് കൊണ്ടുപോയി കൊടുക്കോടാ. അനീഷ? അതാരി? നിന്റെ അച്ഛന്റെ പേര് അനീഷ് എന്നല്ലയോ? ചെറുപ്പം തൊട്ട് അച്ഛനല്ലേ ഞാൻ വിളിക്കത്തുള്ളൂ. അനീഷ എന്നല്ല. ഇനി മുതൽ അനീഷ എന്നങ്ങ് ഞാൻ വിളിക്കാം. എന്തോ മാന്ത്രിക തെറ്റാണോ? ഞാൻ അടിച്ച പോലും ഇല്ലല്ലോ. ശിശുക്ഷേമ സമിതിയിലെ സ്റ്റാർവാലേ ഓടിയറിഞ്ഞേ അമ്മ ഇതാ എന്നെ തല്ലിക്കൊല്ലേ. മിണ്ടി പോവരുത്. നിന്നെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കുന്നത് നിന്റെ അച്ഛൻ ഒരുത്തനാ. അയാളെ വിളിച്ചാലേ നടക്കത്തുള്ളൂ. ഇത് ഞാൻ കൂടിയാ കൂടത്തില്ല. ഞാൻ വിളിച്ചു വരുത്തോടാ. വിളിച്ചു വരുത്തും. നീ സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. ഹലോ, ചേട്ടാ, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അർജന്റ് പണിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. പണി വന്നോ? എന്നാ പണിഞ്ഞോ? പണി കഴിഞ്ഞ് നിങ്ങൾ വരുമല്ലോ, അന്നേരം ഞാൻ പറഞ്ഞോളാം. അച്ഛനെ വിളിച്ചല്ലേ? അച്ഛനെ വിളിച്ചു. ഈ വടി എടുത്ത് കൈ പിടിച്ചോ. അതെന്തോ? അതൊക്കെ ഉണ്ട് അമ്മ, ഈ വടിയെ മനസ്സിലാവും. നീ പോയി പാത്തിരുന്നാലും പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അങ്ങനെ നിന്നെ പൊക്കോടാ. ഒരു ഫോൺ കോളിന് വെയിറ്റ് ചെയ്യുവാണോ പണി കളഞ്ഞ് ഇങ്ങോട്ട് വരാന്? ഞാനൊരു കട്ട എടുത്ത് വേറൊരു കട്ടയുടെ പുറത്തോട്ട് വെക്കുകയും നിന്റെ വിളി വന്ന് ഞാൻ ആ കട്ട എടുത്ത് കളഞ്ഞിട്ട് ഒറ്റ വരവാ ഇങ്ങോട്ട്. എടുത്ത് കളഞ്ഞത് നിന്റെ കൂടെ ഇവിടെ കട്ടയ്ക്ക് നിൽക്കാൻ വേണ്ടി. അയ്യോ, അല്ല നീ എന്തിനാ വിളിക്കാൻ? പറഞ്ഞ കാര്യം പറടി. നമുക്ക് ഒരു മോനേ ഉള്ളൂ. ആ ഓർമ്മ ചേട്ടനുണ്ടോ? എന്തിന്റെ പ്രാന്ത? നാളെ പാല് കാച്ചു നടക്കുന്ന വീടാ. ഞാൻ അവിടെ അർജന്റായിട്ട് പണിഞ്ഞോണ്ടിരിക്കുക. ഇതിനൊക്കെ നേരവും കാലമൊക്കെ വേണ്ടായടി. നിനക്ക് തോന്നുമ്പോഴത്തേക്ക് പറ്റുന്ന കാര്യം വന്നു. എന്തുവാ പറയുന്നേ? രണ്ടാമത്തെ കുഞ്ഞിന്റെ കാര്യമല്ലേ പറഞ്ഞത്? രണ്ടാമത്തെ കുഞ്ഞിന്റെ കാര്യമൊന്നും അല്ല പറയുന്നത്. ഇത് വേറെ പ്രശ്നം. എന്താ പ്രശ്നം എന്ന് പറ. നമ്മുടെ കുഞ്ഞു സ്കൂളിൽ പോയിട്ട് വന്നു. അത് വലിയ പ്രശ്നമാണോടി? അതല്ല പ്രശ്നം. അവൻ വന്ന കോലം നിങ്ങളൊന്ന് കാണണമായിരുന്നു. വിളിക്കാം, അവനെ വിളിക്കാം. ഇക്രുനെ വിളിക്കുന്നു. കാണും നിങ്ങള്. ഇക്രു വിടോ. എന്താക്കള് ഇത് കണ്ട അതിനെക്കാളും നല്ല സാധനം ഇവിടെ രോമൊക്കെ ഉണ്ട്. പറഞ്ഞേ അമ്മ
പോന്ന് മനുഷ്യന് മനസ്സിലാവുന്ന രീതി പറയണം കേട്ടോ. അല്ല കുട്ടി അടിച്ചത് ഞാൻ അവനെ തൊട്ട പോലുമില്ല. അടിച്ചില്ലെന്ന് പറഞ്ഞ ഇവിടെ പാടൊന്നും കാണുന്നില്ലല്ലോ. നിങ്ങളെ കാട്ടി വലിയ അടവായി ചെറുക്കന്. ഈ ചെറുക്കന് വലിയ അടവൊന്നുമില്ല. നിനക്ക് ലോൺ എന്നിട്ടുണ്ടോടാ? എനിക്ക് ലോണൊന്നുമില്ല. ഓ ഫ്രീ മാൻ കൂൾ മാൻ. എനിക്കാണ് ഈ അടവൊന്നും ലോൺ നോക്കുള്ളത്. ഇത്രങ്ങനെ അടവൊന്നും ഇല്ലെന്ന്. ലോണും അടവിന്റെ കാര്യമല്ല പറഞ്ഞത്, നിങ്ങളുടെ തനി പകർപ്പായി ചെറുക്കന്. അതുകൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നത്. അല്ല നീ എന്നെ വീട്ടിൽ പോയനായിരുന്നു. അതാണ് പറഞ്ഞത്, നിങ്ങളുടെ തനി സ്വഭാവം, നിങ്ങളുടെ അതേ സ്വഭാവം ഈ ചെറുക്കന്. എന്റെ കുഞ്ഞാ എന്റെ സ്വഭാവം കാണിക്കും. എന്റെ പൊന്നുമോൻ എന്റെ സ്വഭാവം കാണിക്കാതെ നിനക്ക് തോടി. നല്ല സ്വഭാവം. ഒരു രൂപക്കുട്ടി എടുത്തു വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നല്ല കിണ്ണ സ്വഭാവം. ഇവൻ എന്താ ഇന്ന് ക്ലാസ്സിൽ പോകാൻ ഞാൻ അവനോട് ചോദിക്കാം. കേട്ടോ എന്റെ ചക്കരപ്പന്നെ ക്ലാസ്സിൽ പോകാഞ്ഞത്. അത് പിന്നെ അച്ഛാ, ഞാൻ ക്ലാസ്സിൽ കയറിയപ്പോ ടീച്ചറെ മുടി വളർത്തേന് എന്നെ പിടിച്ച് ക്ലാസ്സിന്റെ പുറത്ത് നിർത്തി അച്ഛാ. നിർത്തുവടാ. സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞാന്നോ അച്ഛനും മോനും കൂടെ ചെന്ന് ബാർബർ ഷോപ്പിൽ പോയി ഈ മുടി ഒന്ന് വെട്ടിക്കളയണമെന്ന്. ചെയ്തോ? പിന്നെ സ്കൂളിന് ചുറ്റും കാട് വളരുന്നതിന് ഒരു പ്രശ്നമില്ല. ടീച്ചർ ഇത്രയും മുടി വളർത്തിക്കൊണ്ട് വരുന്നതിന് പ്രശ്നമില്ല. ഇതാണ് ഞാൻ ഇത്രയും മുടി വളർത്തുന്നതിന് ഇത്രയും പ്രശ്നം എന്താണ്? സ്കൂളിന്റെ പ്രിൻസിപ്പൾ നോക്കണം. ആ പ്രിൻസിപ്പളിനെയാണ് ആദ്യം നോക്കാൻ. ഇത്രയും മുടിയുണ്ട് അവർക്ക്. ചുമ്മാ എന്റെ അത്രയും മുടിയുണ്ടോ അവർക്ക്? അമ്മേനെ മുടി പോലെ ഓഞ്ഞ മുടിയൊന്നുമില്ല. നല്ല കുടുക്കാച്ചി മുടിയാ. നീ വന്നേ. നാളെ നീ ക്ലാസ്സിൽ പോവാണെങ്കിൽ ടീച്ചറിനോട് ചോദിക്കണം ഏതെണ്ണയാ കാച്ചുന്നേന്ന്. നമുക്കിന്ന് വൈകിട്ട് കടയിൽ പെട്ടി മുടി ഒന്ന് വെട്ടിക്കളയാം. ഈ മുടി വെട്ടാൻ പറ്റത്തില്ല.